ഗുഡൻ ടാഗ് ലോയിറ്റെ. ഇന്ന് നമ്മൾ B2 സ്പ്രഹൻ എക്സാമിൽ ഒരു ഇമ്പോർട്ടന്റ് തേമ പല സെന്ററിലും ചോദിച്ചു വരുന്ന ഒരു ഇമ്പോർട്ടന്റ് തേമയായ സൈറ്റ് മാനേജ്മെന്റ് എന്ന തേമയാണ് നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OETയും IELTSഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിംഗ് നൽകുന്നത്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. സൈറ്റ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ടൈം എങ്ങനെ ഫലപ്രദമായി യൂസ് ചെയ്യാമെന്നാണ്. ഇതിനായി ഞാനിവിടെ 3 മ്യൂഗിഷ്കൈറ്റാണ് എടുത്തിട്ടുള്ളത്. ഉണ്ണോട്ടിക്ക് ദിങ്ങെ ഫെർമൈഡൻ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഫെർമൈഡൻ അവോയ്ഡ് ചെയ്യുക. സീൽ സെക്ഷൻ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ടാഗസ് പ്ലാൻ എറിസ്റ്റലൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ടാഗ് പ്ലാൻ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഈ 3 മ്യൂഗിഷ്കൈറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ 3 മ്യൂഗിഷ്കൈറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ബ്രീഫായിട്ട് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സൈറ്റ് മാനേജ്മെന്റ് എന്ന തേമയുടെ ആദ്യത്തെ മ്യൂഗിഷ്കൈറ്റായ ടാഗെ പ്ലാൻ എറിസ്റ്റലൻ എന്ന മ്യൂഗിഷ്കൈറ്റാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ ഇതൊരു ഗനൗർ ചെയ്യാൻ പറ്റിയ ഒരു മ്യൂഗിഷ്കൈറ്റാണ്. കാര്യം അത്യാവശ്യം നല്ല പോയിന്റുള്ള മ്യൂഗിഷ്കൈറ്റാണ്. അപ്പോൾ നമ്മൾ സമയം എങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിക്കാം എന്ന തേമയ്ക്കകത്ത് ടാഗസ് പ്ലാൻ ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സമയം വിനിയോഗിക്കാം ആദ്യം തന്നെ പറയാം. നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. പിൻഗ്ലിഷ് സൈൻ നമുക്കൊരു നല്ലൊരു ടാഗെ പ്ലാൻ അല്ലെങ്കിൽ ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും നമ്മൾ പഞ്ച്വൽ ആയിരിക്കും. അതുകൊണ്ട് വെൻ വി ആർ എ ഗുഡ് ഡേ ടാഗെ പ്ലാൻ ഹാപ്പൻ നമുക്ക് പഞ്ച്വലായിട്ട് എല്ലായിടത്തും ചെല്ലാൻ പറ്റും എന്ന് പറയാം. അതാണ് പിൻഗ്ലിഷ് സൈൻ. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കി കഴിഞ്ഞാൽ ഗുഡ് ഡേ ഗബോൺ ഹൈറ്റ് ഫോമൻ. നല്ലൊരു ഗബോൺ ഹൈറ്റ് എന്ന് വെച്ചാൽ ഹാബിറ്റ്, നല്ലൊരു ഹാബിറ്റ് ഫോം ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം കൃത്യനിഷ്ഠമായിട്ട് ചെയ്യാൻ നേരത്ത് നമുക്കൊരു നല്ല ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹാബിറ്റ് അത് ഡിസിപ്ലിൻ ആയിരിക്കും. നമ്മൾ നല്ല ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് നമ്മുടെ ഫേഗിഷ് ഗൈഡ് ഫെർബസൻ. നമ്മുടെ കഴിവുകളൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. കാര്യം നമുക്ക് ടൈം ടേബിൾ ഉള്ളത് കാരണം നമുക്ക് നമ്മുടെ ഓരോ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കൃത്യം സമയം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേഗിഷ് ഗൈഡ് ഒക്കെ ഫെർബസൻ ചെയ്യാൻ സാധിക്കും. അടുത്തതെന്ന് വെച്ചാൽ ഹിൽറ്റ് ഉൻസ് പ്രൊഡക്റ്റീവ് സൂപ്പർഡൻ. നമ്മളെ അത് പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ടൈമൊക്കെ നമ്മൾ ഫ്രൂട്ട്ഫുൾ ആയിട്ട് വിനിയോഗിക്കാൻ നമ്മളെ ഈ ടാഗസ് പ്ലാൻ ഉള്ളപ്പോൾ നമുക്ക് സഹായിക്കും. നമുക്ക് ടൈം ടേബിൾ ഉള്ളപ്പോൾ സഹായിക്കും. പിന്നെ ഇത്രയാണ് അതിന്റെ ഫോട്ടോ. ഇതിന്റെ നാക്ടയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെസ്സിങ് ആയിരിക്കും. നമുക്ക് ഓൾറെഡി നമുക്ക് ടൈം ഓരോന്ന് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യാനുള്ള ടൈം ഉള്ളത് കാരണം ആ ടൈം ടേബിൾ ഫോളോ ചെയ്യണം എന്നുള്ള ഒരു ഇത് വരാൻ നേരത്ത് നമുക്ക് സ്ട്രെസ്സിങ് ആയിരിക്കും. ഭയങ്കര ഇറ്റ് ഈസ് സ്ട്രെസ്സിങ് ആയിരിക്കും. പിന്നെ അടുത്ത് ലാംഗ്വൈലാണ്. ഭയങ്കര ലാംഗ്വൈലായിരിക്കും. കാര്യം നമുക്ക് നമ്മുടേതായിട്ടൊരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ചെയ്ത് വരാൻ നേരത്ത് നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യും. പിന്നെ ബെഷേഫ്റ്റിക് ആയിരിക്കും. നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും. നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ എന്താണോ ആ ടൈം അനുസരിച്ച് ചെയ്യേണ്ടി വരാൻ നേരത്ത് നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും. പിന്നെ അടുത്ത പോയിന്റ് നോക്കി കഴിഞ്ഞാൽ കൈനെ എൻഷ്പാൻ. നമുക്കൊരു റിലാക്സേഷൻ കിട്ടണമെന്ന് സാധ്യത കുറവായിരിക്കും. കാര്യം ഓൾറെഡി നമുക്കൊരു ടൈറ്റ് ടൈം ടേബിൾ ആണെങ്കിൽ നമുക്ക് എൻഷ്പാനും ചെയ്യാനുള്ള സമയം പലപ്പോഴും നമുക്ക് കിട്ടാതെ വരും. അതുകൊണ്ട് തന്നെ അത് കൈനെ എൻഷ്പാനും ആണ്. ഇതാണ് നമ്മുടെ ടാഗെ പ്ലാൻ എറിസ്റ്റലൻ എന്ന മ്യൂഗിഷ്കൈറ്റിനകത്തുള്ള നമ്മുടെ പോയിന്റുകൾ. ഇത് നമുക്ക് ഗനൗർ ചെയ്യാൻ പറ്റിയ ഒരു മ്യൂഗിഷ്കൈറ്റ് ആണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ അങ്ങനെ മാറ്റാം. അല്ലെങ്കിൽ അതിന്റെ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് പ്രൊഡക്റ്റീവ് സൂപ്പർഡൻ ഹൗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്മുടെ ടൈം ടേബിളിൽ നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ നേരത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ചെയ്യാം. അങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് മാറാം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത മ്യൂഗിഷ്കൈറ്റ് നമുക്ക് നോക്കാം. അടുത്ത മ്യൂഗിഷ്കൈറ്റ് ഉണ്ണോട്ടിക്ക് ദിങ്ങെ ഫെർമൈഡൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യുക. നമ്മളിപ്പോൾ പലപ്പോഴും നമ്മുടെ സമയമൊക്കെ കൂടുതലായിട്ട് പോകും. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്ത് നമുക്ക് വേണ്ട നെസസറി ആയിട്ടുള്ള അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കൂടുതൽ സമയം നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മ്യൂഗിഷ്കൈറ്റ് ആണ് ഉണ്ണോട്ടിക്ക് ദിങ്ങെ ഫെർമൈഡൻ. നമുക്ക് ഇങ്ങനെ ഉണ്ണോട്ടിക്ക് ദിങ്ങെ നമ്മൾ ഫെർമൈഡൻ ചെയ്യാൻ നേരത്ത് നമുക്ക് പോയിന്റുകൾ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് മേർ സുഫ്രീഡൻ ഹൈറ്റ്. നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമുക്ക് കാര്യം ബാക്കിയുള്ള നമ്മുടെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കുറേ സമയം കിട്ടാൻ നേരത്ത് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നീട് സ്ട്രെസ് അപ്പ് ബൗവൻ. നമ്മുടെ സ്ട്രെസ് ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. കാര്യം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മുടെ ടൈം ഒത്തിരി അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. അപ്പം നമ്മൾ അതിനുവേണ്ടി നമ്മൾ കുറേ സ്ട്രെസ്സിങ് ആയിരിക്കും. അപ്പം നമ്മളത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടും. പിന്നെ മേർ സൈറ്റ് ഗബിനൻ. നമുക്ക് കുറേ സമയം കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള സമയങ്ങൾ മാറ്റുന്ന നേരത്ത് നമുക്ക് കുറേ ടൈം കിട്ടും നമുക്ക്. പിന്നെ നുട്രിഷ് ഫ്യോർ ദി സുക്കുൺറ്റ്. നമ്മുടെ സുക്കുൺറ്റിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. കാര്യം നമുക്ക് ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ഒരു ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആവശ്യത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും കുറേ സമയം കിട്ടും. അതുകൊണ്ട് തന്നെ അത് നല്ലൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ഫ്യൂച്ചറിന്. അടുത്തത് റൂഹെ ഇൻ ഫീൽ എ സിറ്റുവാക്സിയോൺ. നമുക്ക് പല സമയത്തും ക്വയറ്റായിട്ടും കാമായിട്ടൊക്കെ ഇരിക്കാൻ സാധിക്കും. കാര്യം നമുക്ക് കുറേ ടൈം കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കുറേ സമയം നമുക്ക് ഫ്രീ ആയിട്ടും കാമായിട്ടും ക്വയറ്റായിട്ടും നമുക്ക് റെസ്റ്റിന് വേണ്ടി കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഉള്ളൊരു നാക്ടേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് കൈനെ മോട്ടിവേഷൻ ആണ്, നമുക്ക് മോട്ടിവേഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാര്യം ഇതിന് നമുക്ക് പ്രത്യേകിച്ച് മോട്ടിവേഷൻ ഒന്നുമില്ല. നമുക്കിപ്പം ചിലപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളോട് നമുക്ക് വലിയ മോട്ടിവേഷൻ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അതൊരു നാക്ടയിലാണ് കൈനെ മോട്ടിവേഷൻ. പിന്നെ ഷ്വീറിഷ്കൈറ്റ്, ചിലപ്പോൾ ഇത് അടുത്ത പോയിന്റ് ആണ് ഷ്വീറിഷ്കൈറ്റ്. ഇത് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. കാര്യം ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൊച്ചിലെ മുതൽ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നേരത്ത് നമുക്കത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടൊക്കെ തോന്നും. അതാണ് അടുത്ത പോയിന്റ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ രണ്ടാമത്തെ മ്യൂഗ്ലിഷ്കൈറ്റ് ഉണ്ണോട്ടിക്ക് ദിങ്ങെ ഫെർമൈഡൻ. ഇത് മാക്സിമം ഗെനോവർ ചെയ്യാതിരിക്കാൻ നോക്കുക. കാര്യം ഇതിന് പോയിന്റുകൾ കുറവാണ്, അതുകൊണ്ട് ഗെനോവർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് ആണ് സീൽ സെറ്റ്. ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഇത് വേണമെങ്കിൽ ഗെനോവർ ചെയ്യാം. ഓൾറെഡി നമ്മൾ ടാഗെ പ്ലാൻ ഗെനോവർ ചെയ്യുവാണെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിന്റെ പോയിന്റുകൾ നോക്കാം. മേർ ഫെറാൻവോട്ടും യൂബർ നേമൻ. നമുക്ക് കുറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കും നമ്മളിപ്പോൾ ഒരു സീൽ സെറ്റ് ചെയ്ത്. കാര്യം നമുക്ക് ഓൾറെഡി നമുക്കൊരു പാഷൻ അല്ലെങ്കിൽ ഒരു സീൽ ഉണ്ടാകും. അപ്പൊ നമ്മൾ എല്ലാ ഫെറാൻവോട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്കൊരു നല്ലൊരു സൈറ്റ് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അടുത്തത് ഗുഡ് ഡേ മോട്ടിവേഷൻ. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമുക്കൊരു നല്ലൊരു സീൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ കാണും. അപ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഗുഡ് ഡേ മോട്ടിവേഷൻ. ഇനി കോൺസെൻട്രേഷൻ ഫെർബസൺ, അടുത്ത പോയിന്റ് ആണ് കോൺസെൻട്രേഷൻ. നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും. കാര്യം നമുക്ക് വേണം, നമ്മുടെ ഒരു സീൽ നമ്മുടെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേറ്റ് നമ്മുടെ 100% ഡെഡിക്കേഷൻ അതിനകത്ത് കാണും. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേറ്റിന് ഫെർബസൺ ചെയ്യും. അടുത്ത പോയിന്റ് ആണ് സെൽഫ് സ്റ്റാൻഡിങ് വെർഡൻ. സെൽഫ് സ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്വന്തം കാലം നിൽക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും. നമ്മൾ ഇങ്ങനെ ഒരു സീൽ സെറ്റ് ചെയ്ത് നമുക്ക് അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ സൈറ്റ് നല്ലപോലെ മാനേജ്മെന്റ് ചെയ്യും. കാരണം നമ്മുടെ ആവശ്യമായത് കാരണം തന്നെ നമ്മൾ അതിനുവേണ്ടി കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യും. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഒരു ഹൗസ് ലാൻഡിൽ ഒരു വിദേശത്തൊക്കെ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് അല്ലെങ്കിൽ പഠിക്കാനൊക്കെ പോകാൻ നേരത്ത് ഇത് ഒരു സീൽ ഉള്ളപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാകും. അപ്പോൾ അതൊരു നല്ലൊരു പോയിന്റ് ആണ്. ഇനി അടുത്ത പോയിന്റ് നോക്കിയാൽ സീൽ എറേഷൻ. നമ്മുടെ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും തോറും നമ്മുടെ സമയം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മുടെ സമയം ഏറ്റവും നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമ്മൾ വിനിയോഗിക്കും. അതൊരു നല്ലൊരു പോയിന്റ് ആണ്. ഇനി അടുത്ത പോയിന്റ് നോക്കി കഴിഞ്ഞാൽ നിഷ്ടി മ്യോഗ്ലിഷ് വെൻ വിയർ കൈനെ ഗുഡ് ഡേ സീൽ ഹാവൻ. ഇത് ആകപ്പാട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു നാഫ്റ്റേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. എപ്പോഴാണ് നമുക്ക് നല്ലൊരു സീലിൽ നമുക്ക് നല്ലൊരു ഗോൾ ഇല്ലെങ്കിൽ നമുക്ക് ഇത് പോസിബിൾ അല്ലായിരിക്കും. ഈ ഒരു സംഭവം ഫോം ചെയ്യാൻ പോസിബിൾ അല്ല. കാര്യം നമ്മുടെ സീൽ നമുക്കൊരു സ്ട്രോങ് അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് സീൽ അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു പാഷൻ കുറയും. അതോടെ നമ്മുടെ സൈറ്റ് മാനേജ്മെന്റ് ഫുള്ളും കൊളാപ്സ് ആകും. അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, ഈ 3 മ്യൂഗ്ലിഷ്കൈറ്റുമാണ് സൈറ്റ് മാനേജ്മെന്റിന് വേണ്ടി നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഇനി നിങ്ങൾക്ക് വേറെ മ്യൂഗ്ലിഷ്കൈറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിനകത്തുള്ള പോയിന്റുകൾ നിങ്ങൾ യൂസ് ചെയ്ത് സ്വൈറ്റേരിയ കണക്ടോർ നോമൻ ഫർബിറ്റും ഒക്കെ ഉണ്ട്. എൻഫാങ് നെയിമൊക്കെ ഉപയോഗിക്കാം. അൻസ്പുഷ് നെമന്യൂ ബെനൂട്ട്സനൊക്കെ യൂസ് ചെയ്ത് ആ നോമൻ ഫർബിറ്റും ഒക്കെ യൂസ് ചെയ്ത് ഈ സെന്റൻസ് ഒക്കെ ഓരോ സെന്റൻസും അടുത്ത കണക്ടറോട് പോകാൻ നേരത്ത് ബെന്ന് ഔസർ ബെയിം സുദെയിം സുസാറ്റ്ലിഷ് ഇങ്ങനത്തെ കണക്ടറൊക്കെ കൂടി യൂസ് ചെയ്ത് അടുത്ത പോയിന്റ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ തേമ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് അവസാനം നമുക്ക് വേണ്ടത് ഒരു മൈനുങ് ആണ്. ഞാനിവിടെ ഒരു മൈനുങ് തരാം. ഇൻ ദർ ഗേഗൻ വാർട്ടികെ ലാഗെ ഇസ് ഡസ് unversichtbar eine gute Zeitmanagement zu haben, wodurch man sowohl eine gute Zukunft als auch gute Gewohnheit formen kann. ഓക്കെ, ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നല്ലൊരു സൈറ്റ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും അത്യാവശ്യം ഒരു നോൺ വെൻഡിക്കായിട്ടുള്ളൊരു കാര്യമാണ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു നല്ലൊരു സുക്കുൻഫ്റ്റ്, അത് മാത്രമല്ല നമുക്ക് നല്ലൊരു ഗവോൺ ഹൈറ്റ്, ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരാൾക്ക് അങ്ങനെ ഫോം ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാര്യം നമ്മളിപ്പോൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ നേരത്തെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വിദേശത്തൊക്കെ പഠിക്കാനൊക്കെ പോകും, അല്ലെങ്കിൽ വിദേശത്ത് മാത്രമല്ല നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നേരത്ത് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യൻ ഗേഗൻ വാർട്ടികലാകെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടൊരു കാര്യം കൂടിയാണ്. ഇങ്ങനെ ഒരു മൈനിങ്, നിങ്ങൾക്ക് വേറെ മൈനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മൈനിങ് പറയാം. മാക്സിമം മൈനിങ് ഒക്കെ നിങ്ങൾ സെൽഫായിട്ട് പറയാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ആ സമയം നമ്മുടെ മൈൻഡിൽ ആ മൈനിങ് വരും. അപ്പോൾ ആ മൈനിങ് കൂടി പറഞ്ഞ് നമ്മൾ സ്ട്രെസ് ചെയ്യുക. പിന്നെ അവസാനത്തെ ചോദ്യോത്തരം എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ ചോദ്യോത്തരം അവർ പറയുന്നത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കി അതിന് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ തേമ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാം. നല്ല സ്കോറും ഇതിന് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത്രയുമാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഓക്കെ ഫ്രണ്ട്സ്, ഈ സൈറ്റ് മാനേജ്മെന്റ് തേമ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ 3 മ്യൂഗ്ലിഷ്കൈറ്റും നിങ്ങൾ യൂസ് ചെയ്ത് ഞാൻ പറയുന്ന പോയിന്റുകളൊക്കെ എലാബറേറ്റ് ചെയ്ത് നമ്മുടെ കണക്ടേഴ്സ് എല്ലാം യൂസ് ചെയ്ത് നമ്മൾ ഒരു നല്ലപോലെ തേമ പ്രസന്റ് ചെയ്യുക. അവസാനം ഞാൻ നിൽക്കുന്ന മൈനും അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു മൈനും തന്നെ യൂസ് ചെയ്ത് ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ തേമ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. പിന്നീടുള്ളത് ചോദ്യോത്തരമാണ്. ഞാൻ നേരത്തെ കമന്റിലൊക്കെ വായിച്ചതുപോലെ നിങ്ങൾ ചോദ്യോത്തരത്തെ കുറിച്ച് പ്രത്യേകമായിട്ട് ചോദിച്ചിരുന്നു. നമ്മൾ ചോദ്യോത്തരം പറയാൻ നേരത്ത് നമ്മൾ അവർ ചോദ്യം എന്താണെന്ന് ആദ്യം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു മറുപടി തന്നെ കൊടുക്കുക. നമുക്കൊരു കൺവീനിയന്റ് ആയിട്ടുള്ള നമ്മൾ
ലോജിക്കലി ഒരു 2-3 സെന്റൻസിലൊന്നും ഒതുക്കുക, അത് മാക്സിമം നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെ പറയുക. പിന്നീട് നമ്മൾ അതിന്റെ നമ്മളിപ്പം ചോദിക്കുന്നത് എന്താണോ ചോദ്യം അതനുസരിച്ച് അതിന്റെ ഫോട്ടോയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഡാക്ടയിൽ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം എന്താണോ എന്ന് അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചോദ്യത്തിന് കൂടി കൺക്ലൂഡ് ചെയ്യാം. അങ്ങനെ നമുക്കൊരു നല്ലൊരു തേമ പ്രസന്റ് ചെയ്യാം. മറ്റൊരു തേമയായി വീണ്ടും കാണുന്നവരെ ഔഫ് ഫീഡർ സെയിം ജിനോസ് അക്കാഡമി, ഫ്ലൈ വിത്ത് യുവർ ഡ്രീംസ്.